ഈശോയുടെ പീഡാനുഭവ രഹസ്യങ്ങളെ അനുസ്മരിക്കുകയും ആചരിക്കുകയും ചെയ്യുന്ന അനുഗ്രഹ ദിനമാണ് വിശുദ്ധവാരത്തിലെ വെള്ളിയാഴ്ച. കാരുണ്യത്തിൻ്റെ കരകവിയുന്ന ആത്മാനുഭൂതി. കുരിശിലെ ഈശോയുടെ കണ്ണുകളിലേക്ക് നമുക്ക് നോക്കാം. ഉള്ളിലെ അന്ധകാരത്തെ അകറ്റുന്ന സാന്നിധ്യത്തെ നമുക്ക് ദർശിക്കാം. കാരുണ്യരൂപനെ ശ്രവിക്കാം. എല്ലാവർക്കും മിശിഹായുടെ വിശുദ്ധ കുരിശിലെ കാരുണ്യം ആശംസിക്കുന്നു. അപമാനത്തിൻ്റെ, അവഹേളനത്തിൻ്റെ, അതിക്രമത്തിൻ്റെ കുരിശും വഹിച്ച് കാൽവരിയിൽ മരിക്കുന്ന രക്ഷാകരമായ ഈശോയുടെ മുഖവും രൂപവും ഭാവങ്ങളും സ്വരങ്ങളും നമ്മുടെ ഹൃദയത്തിലും ഭാവനയിലും ജീവിതത്തിലും പതിയുന്ന ജീവിതായകവും പ്രതീക്ഷാ നിർഭരവുമായ ഓർമ്മയെ ആഘോഷിക്കുന്ന മുഹൂർത്തമാണിന്ന്. കുരിശിലെ മരണത്തിലൂടെ മനുഷ്യകുലത്തിന് രക്ഷ കൈവരികയും രക്ഷയുടെ മാർഗം പ്രശസ്തമാകുകയും ചെയ്യുന്ന ഓർമ്മദിനം. സ്ലീവായെ വന്ദിക്കുന്ന ജനഹൃദയങ്ങളിൽ നിന്ന് ഉയരുന്ന ആരാധന പ്രകരണം ഹൃദയത്തിൽ പ്രതിഷ്ഠിതം, അർത്ഥസമ്പുഷ്ടം. ഈശോ മിശിഹായെ ഞങ്ങൾ അങ്ങയെ ആരാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശിനാൽ അങ്ങ് ലോകത്തെ വീണ്ടും രക്ഷിച്ചു. ഈശോയുടെ പീഡാനുഭവത്തിൻ്റെ വിവിധ മാനങ്ങളെ സമ്യക്കായി ചിത്രീകരിക്കുന്ന മനോഹര ധ്യാനമന്ത്രം. ഈ മന്ത്രോച്ചാരണത്തിലൂടെ വിശുദ്ധ കുരിശിൻ്റെ രക്ഷാകരമായ രഹസ്യങ്ങൾ നമുക്ക് ഓരോരുത്തർക്കും അനുഭവവേദ്യമാകട്ടെ. ഒരിക്കൽ കൂടി നമുക്ക് സ്ലീവായെ വന്ദിച്ച് പ്രാർത്ഥിക്കാം. ഈശോ മിശിഹായെ ഞങ്ങൾ അങ്ങയെ കുമ്പിട്ടാരാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശിനാൽ അങ്ങ് ലോകത്തെ വീണ്ടും രക്ഷിച്ചു. ഇന്നേ ദിവസം ഈശോ മിശിഹായെയും വിശുദ്ധ കുരിശിനെയും നമ്മുടെ ഹൃദയങ്ങളിൽ മുദ്രിതമാകാൻ അനുവദിക്കാം. കുരിശ് വരയ്ക്കുമ്പോൾ രക്ഷകനായ ഈശോയാലും അവിടുത്തെ കുരിശിനാലും നമുക്ക് അഭിഷിക്തരാകാം. പീഡാനുഭവത്തിൻ്റെ വഴിയിലൂടെ നടക്കുന്ന നമുക്ക് ഈശോയുടെ രക്ഷയുടെ അനുഭവം സ്വന്തവും വിശുദ്ധ കുരിശ് നമ്മുടെ രക്ഷയുടെ അടയാളവുമായി ഭവിക്കട്ടെ. സകല വിപത്തുകളിൽ നിന്ന് അത് നമ്മെ സംരക്ഷിക്കുകയും ചെയ്യട്ടെ. ആവേലച്ചനാൽ വിരചിതമായ ഗാനശകലം സന്ദർഭോചിതം. കുരിശേ മനോജ്ഞ വൃക്ഷമേ, നിൻ സുമങ്ങളെത്ര മോഹനം. നിൻ ദലങ്ങൾ ആശ വീശുന്നു, നിൻ ഫലങ്ങൾ ജീവനേകുന്നു. പീഡാനുഭവ വെള്ളിയുടെ സവിശേഷ സന്ദേശങ്ങളെ 3 പരസ്പര പൂരകങ്ങളായ തലങ്ങളിൽ കാണാൻ, ധ്യാനിക്കാൻ, ജീവിക്കാൻ സാധിക്കും. ഒന്ന് യാഗമാണ്, രണ്ടാമത് യോഗമാണ്, മൂന്നാമത് യുഗമാണ്. പ്രിയപ്പെട്ടവരെ, വിശുദ്ധ സ്ലീവായിൽ യാഗമുണ്ട്, വിശുദ്ധ സ്ലീവായിൽ യോഗമുണ്ട്, വിശുദ്ധ സ്ലീവായിൽ യുഗവിളംബരമുണ്ട്. പീഡാനുഭവ വെള്ളി യാഗത്തിൻ്റെ കഥയാണ്. കുരിശിലെ ഈശോയുടെ മരണത്തിൻ്റെ ദൃക്സാക്ഷി വിവരണം. അത് ബലിയാണ്, അർപ്പണമാണ്, ജീവിതാർപ്പണമാണ്. ദൈവഹിത നിർവഹണത്തിൻ്റെ പൂർത്തീകരണം, ദൈവസ്നേഹത്തിൻ്റെ അതുല്യമായ പ്രകാശനം. സ്നേഹിതനു വേണ്ടി സ്വയം അർപ്പിക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ലെന്ന് അരുൾ ചെയ്ത തിരുവചനത്തിൻ്റെ അനിതര സാധാരണമായ യാഗത്തിൻ്റെ നിസ്തുല മാതൃക. പിതാവിൻ്റെ ലോകസംഗ്രഹത്തിൻ്റെ സുവിശേഷം സ്നേഹത്താൽ പൂരിതവും സന്തോഷത്താൽ ആശ്ലേഷിതവുമായ അഭൂതപൂർവമായ സംഭവമാണ് കുരിശിലെ യാഗം. ഈശോയുടെ യാഗത്തിൻ്റെ പ്രയാണം പിതാവായ ദൈവത്തിൽ നിന്ന് ആരംഭിച്ച് ബേത്ലഹേമിലെ കാലിത്തൊഴുത്തിൽ മനുഷ്യനായി പിറന്ന് മറിയത്തോടും യവസേപ്പിനോടും കൂടെ ഈജിപ്തിലേക്ക് പലായനം ചെയ്ത് ജെറുസലേമിലേക്ക് കുടിയേറിയ കുടുംബത്തിലും കൂട്ടുകാരുടെ ഇടയിലും ദേവാലയത്തിലും സിനഗോഗിലും ഗ്രാമത്തിലും നഗരത്തിൻ്റെ നിരത്തിലൂടെയും ജനത്തിൻ്റെ ഇല്ലായ്മയിലും സുഖദുഃഖങ്ങളിലും പങ്കുപറ്റി എല്ലാവർക്കും ആശ്വാസമേകി, ആശ്രയമേകി, സാന്ത്വനമേകി, സൗഖ്യമേകി, സംതൃപ്തിയേകി അനുദിന ജീവിത ബലിയിലൂടെ യാത്ര ചെയ്ത് പീഡനത്തിൻ്റെ, മർദ്ദനത്തിൻ്റെ, മരണത്തിൻ്റെ താഴ്വരയിലൂടെ കടന്നുപോയ ഈശോയുടെ യാഗം, രക്ഷാകര യജ്ഞം. കുരിശിലെത്തി നിൽക്കുന്ന മുഹൂർത്തമാണ് പീഡാനുഭവ വെള്ളി. എല്ലാം പൂർത്തിയായി എന്ന് അരുൾ ചെയ്ത് പിതാവിൻ്റെ കരങ്ങളിൽ ആത്മാവിനെ കൈയാളിക്കുന്ന കാൽവരി ഗിരിശൃംഗത്തിലാണ് ഈശോയുടെ ദിവ്യയാഗം പരിപൂർത്തിയെ ആശ്ലേഷിക്കുന്നത്.
വിശുദ്ധ കുരിശിന്റെ ക്രൂരവും താമസികവും ദീപ്തവുമായ ദൃശ്യം, പിതൃകരങ്ങളിൽ സ്വീകാര്യമായ ഈശോയുടെ യാഗാർപ്പണ രംഗം, ധന്യമായ ജീവിത പ്രയാണം. പീഡാനുഭവ വെള്ളിയിൽ ഈശോയുടെ യാഗാർപ്പണം പോലെ നമ്മുടെ അനുദിന ജീവിതത്തിൽ ദൈവഹിതത്തിനും ലോകസംഗ്രഹത്തിനും മാനവ പ്രഹർഷത്തിനുമായി സ്നേഹത്തിൻ്റെ പ്രമാണം പാലിച്ച് ജീവിതത്തെ നമുക്ക് ചിട്ടപ്പെടുത്താം. അപരൻ്റെ നന്മയ്ക്കായി, രക്ഷയ്ക്കായി യാഗമായി ഹോമിക്കാൻ കുരിശിലെ പീഡാനുഭവ രംഗങ്ങൾ നമ്മെ പ്രചോദിപ്പിക്കട്ടെ, പ്രോത്സാഹിപ്പിക്കട്ടെ, വഴി നടത്തട്ടെ. യാഗമാകുവാൻ ലഭിക്കുന്ന അവസരങ്ങളെ സൽവോത്കർഷത്തിനായി സ്ലീവായിലെ ഈശോയെ പോലെ കുരിശിനെ ആശ്ലേഷിക്കാം. പീഡാനുഭവ വെള്ളിയിൽ കുരിശിൽ പ്രശോഭിക്കുന്ന രണ്ടാമത്തെ തലം യോഗത്തിൻ്റെതാണ്. യാഗത്തിൽ നിർലീനമായിരിക്കുന്ന യോഗം. യാഗത്തെ ആശ്ലേഷിക്കുന്നവർ യോഗത്തിൻ്റെ വക്താക്കളും പ്രയോക്താക്കളുമാകും. യാഗം ജീവിതത്തെ യോഗമായി പരിണമിപ്പിക്കുന്നു. ജീവിതയാഗം ഒരു നിയോഗമായി, ഭാഗ്യമായി ഭവിക്കുന്നു. യോഗം ഒരു നിയോഗം. യോഗത്തിൽ സംഗമം, സമാഗമം സംഭവിക്കുന്നു, സമ്മേളിക്കുന്നു. യോഗം ഒന്നായി ഭവിക്കുന്നതിൻ്റെ അനുഭവം, ആഴത്തിലുള്ള ബന്ധങ്ങളിലൂടെ എല്ലാമായി ഏകീഭവിക്കുന്ന ഭാവം, സർവത്തോടും സകലരോടും ഐക്യപ്പെടുന്ന അനുഭവം, മുന്തിരിച്ചെടിയും ശകകളും പരസ്പരം ബന്ധത്തിൽ കഴിയുന്ന ജീവിതദായകവും ഫലദായകവുമായ സഹവാസം, സംസർഗം യോഗത്തിൻ്റെ പ്രതീകം. പീഡാനുഭവത്തിലൂടെ, കുരിശുമരണത്തിലൂടെ ഈ യോഗത്തിൻ്റെ ഒന്നിക്കലിൻ്റെ അനുഭവം ഈശോ ഇന്ന് നമുക്ക് സമ്മാനിക്കുന്നു. കുരിശിൽ മരിക്കുന്ന ഈശോ ദൈവമായും മനുഷ്യരായും പ്രകൃതിയുമായും ഒന്നിക്കുന്ന, ബന്ധത്തിലായിരിക്കുന്ന മഹനീയവും മനോഹരവും മധുരവുമായ അർത്ഥതലങ്ങളെ പ്രതീകാത്മകമായി അവതരിപ്പിക്കുന്നു. കുരിശിലെ യാഗത്തിൽ ദൈവത്തോടുകൂടെ ആയിരുന്ന ഈശോയുടെ സ്വരരൂപങ്ങൾ അനുകരണീയം. കുരിശിലെ ബലിയിൽ മാനവരെല്ലാവരെയും ആശ്ലേഷിക്കുന്ന കുരിശിലെ ഈശോയുടെ കരങ്ങൾ മനുഷ്യബന്ധത്തെ ദ്യോതിപ്പിക്കുന്നു. കാൽവരിയിൽ ഉയർത്തപ്പെട്ട കുരിശ് ജീവന്റെ വൃക്ഷം പ്രകൃതിയുമായുള്ള മൗലിക ബന്ധത്തെ വിളിച്ചോതുന്നു. കുരിശിലെ ഈശോ സർവാംഗ യോഗയുടെ സൂക്ഷ്മമായ പ്രതീകമായി പ്രശോഭിക്കുന്നു. സ്വയപ്രേരിതമായ യാഗത്തിലൂടെ കരഗതമാകുന്ന യോഗത്തിൻ്റെ അദ്ഭുത രൂപമാണ് പീഡാനുഭവ വെള്ളിയുടെ കുരിശിലെ ഈശോയുടെ ചിത്രം. സർവാംഗ യോഗിയായ ഈശോ പീഡാനുഭവ വെള്ളിയിൽ നാം ഓരോരുത്തരും യോഗിയായി തീരുവാൻ ആഹ്വാനം ചെയ്യുന്നു. സർവരും സർവതുമായി ബന്ധത്തിലാകാൻ കുരിശിലെ രൂപം നമ്മെ ക്ഷണിക്കുന്നു. ഒന്നാകലിൻ്റെ, ഒരുമയുടെ, യോഗയുടെ ആളുകളായി ഭവിക്കുക എന്ന് സാരം. യോഗയുടെ ജീവിതം അനുദിന ജീവിതത്തിൽ അനുരഞ്ജനത്തിൻ്റെ കുദാശയാകാൻ നമ്മെ വിളിക്കുന്നു. എല്ലാവരുമായി ഐക്യത്തിൽ, ഒരുമയിൽ, ആരോഗ്യകരമായ ബന്ധത്തിൽ വളരുവാൻ പീഡാനുഭവ വെള്ളി നാം ഓരോരുത്തരെയും ആഹ്വാനം ചെയ്യുന്നു. ശിഖിരങ്ങൾ മുന്തിരിച്ചെടിയിൽ ഒന്നായിരുന്നു കൊണ്ട് ഫലങ്ങളാൽ നിറയുന്ന യോഗസങ്കല്പത്തെ സ്വന്തമാക്കുക എന്ന വിളിയും വെല്ലുവിളിയും പീഡാനുഭവ വെള്ളിയുടെ വളരെ വലിയ സന്ദേശമാണ് നമുക്ക് നൽകുന്നത്. മുന്തിരികൾ മുന്തിരിച്ചാറായി മാറുന്ന പോലെ എല്ലാവരുടെയും ക്ഷേമത്തിനായി, ഐശ്വര്യത്തിനായി, യാഗമായി, യോഗയായി തീരുക എന്ന സന്ദേശം മുഖരിതമാകുന്നു. പീഡാനുഭവ വെള്ളിയുടെ മൂന്നാമത്തെ അർത്ഥതലം യുഗ വിളംബരമാണ്. യാഗത്തിലൂടെ സംജാതമായ യോഗയുടെ ഫലമായി പുതുയുഗം സംജാതമാകുക സ്വാഭാവികം. ബലിയർപ്പണത്തിലൂടെ ബലിവത്തായ ബന്ധങ്ങളെ സ്ഥിരീകരിക്കുകയും പോഷിപ്പിക്കുകയും ചെയ്യുന്നു. ഗോതമ്പ് മണികൾ പൊടിഞ്ഞ് അപ്പത്തിൽ ഒന്നായി തീരുന്നത് പോലെ, ജീവന്റെ അപ്പമാകുന്നത് പോലെ ഈശോയിൽ അവിടുത്തെ ആത്മാവിനാൽ പുതുജീവൻ പ്രാപിച്ച് മൗതിക ശരീരത്തിലെ വിവിധ അവയവങ്ങളായി വർത്തിക്കുന്നു. തൽഫലമായി എല്ലാം സ്വന്തമെന്ന അനുഭവം സ്വായത്തമാക്കുന്നു. അതുവഴി എല്ലാവരുടേതുമാകുന്ന ആനന്ദകരമായ അവസ്ഥ സംജാതമാകുന്നു. ദൈവത്തിനും പ്രകൃതിക്കും മനുഷ്യർക്കും പ്രതീക്ഷ നൽകുന്ന യുഗത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നു. പീഡാസഹനത്തിലൂടെ, കുരിശുമരണത്തിലൂടെ ഈശോ രക്ഷയുടെ യുഗം വിളംബരം ചെയ്യുന്നു. എല്ലാവരെയും ഉൾക്കൊള്ളുന്ന
ആരെയും ഉപേക്ഷിക്കാത്ത കൃപാസമുദ്ര സാന്നിധ്യത്തിലേക്ക്, വിശാലമായ ആകാശത്തിലേക്ക് വിശുദ്ധ സ്ലീവ മാർഗം തെളിക്കുന്നു. വിശുദ്ധ കുരിശിന്റെ മാർഗത്തിൽ ചരിക്കുമ്പോൾ പുതിയ യുഗം പിറക്കുന്നു. എല്ലാവരും ഈശോയെ പോലെ ലോകരക്ഷയ്ക്കായി അർപ്പിക്കുന്നു. അത് കുരിശിലെ ഈശോയുടെ യാഗത്തിന് സമാനമായിരിക്കും. തെറ്റിദ്ധരിക്കപ്പെടുന്ന, തിരസ്കരിക്കപ്പെടുന്ന, തമസ്കരിക്കപ്പെടുന്ന, ക്രൂശിക്കപ്പെടുന്ന, മരണത്തിന് വിധേയമാക്കപ്പെടുന്ന അനുഭവങ്ങൾ ഈശോ ശിഷ്യരുടെ ജീവിതത്തിലും അരങ്ങേറുക സാധാരണം. അങ്ങനെ ക്രിസ്ത്യാനിയുടെ ജീവിതയാത്ര ഈശോയുടെ യാഗമായി, യോഗമായി, യുഗമായി രൂപാന്തരപ്പെടും. കുരിശിൽ പ്രാണൻ വെടിയുമ്പോഴും ശത്രുക്കൾക്കായി പ്രാർത്ഥിക്കുന്ന പിതാവേ, ഇവർ ചെയ്യുന്നത് എന്തെന്ന് ഇവരറിയുന്നില്ല, ഇവരോട് പൊറുക്കണമേ എന്ന ഈശോ വചനത്തെ നമ്മുടെ ഹൃദയത്തിൽ പതിപ്പിക്കാം. അനുരഞ്ജനത്തിൻ്റെ, അനുഗമനത്തിൻ്റെ, ആനന്ദത്തിൻ്റെ പാതയിൽ ദിവികാരുണ്യ യുഗ നിർമ്മിതിക്കായി ഈശോ ദൗത്യത്തെ ശിരസാവഹിക്കാം. അതിൽ കുരിശിലെ യാഗവും യോഗവും യുഗവും സമഞ്ജസമായി സമ്മേളിക്കുന്നു. കാരുണ്യത്തിൻ്റെ കണ്ണുകൾ കൊണ്ട് കാണുവാനും, കാതുകൾ കൊണ്ട് കേൾക്കുവാനും, കാരുണ്യത്തിൻ്റെ അധരങ്ങൾ കൊണ്ട് സംസാരിക്കാനും, അങ്ങനെ ദൈവത്തിൻ്റെ അനുഗ്രഹവർഷം നവയുഗം പ്രഘോഷിക്കാൻ, സംസ്ഥാപിക്കാൻ നമുക്ക് പ്രതിജ്ഞാബദ്ധരാകാം. തകരുമ്പോൾ തളരാതെ, കൊഴിയുമ്പോൾ തളിരെടുക്കുന്ന, അടിച്ചമർത്തപ്പെടുമ്പോൾ അടിമപ്പെടാതെ, വെണ്ണിയിൽ നിന്ന് തീജ്വാലയായി, തമസ്കരിക്കപ്പെടുമ്പോൾ സംസ്കരിക്കപ്പെടുന്ന, മരിക്കുമ്പോൾ ഉയർത്തെഴുന്നേൽക്കുന്ന പ്രത്യാശയുടെ പ്രതിബിംബമാണ് വിശുദ്ധ സ്ലീവ. പീഡാനുഭവ വെള്ളിയുടെ സന്ദേശം പ്രത്യാശയോടുകൂടിയ പ്രയാണമാണ്. കാരുണ്യ യുഗപ്പിറവിയുടെ ദൈവരാജ്യത്തിൻ്റെ വക്താക്കളും പ്രയോക്താക്കളുമാകാൻ ഇന്നേ ദിവസം കുരിശിൽ നിന്ന് ഈശോ നമ്മെ ക്ഷണിക്കുന്നു. പീഡാനുഭവ വെള്ളിയിൽ ഈശോ അവിടുത്തെ കുരിശിലെ ബലിയാൽ യാഗവിധിയിലേക്ക്, യോഗസ്ഥിതിയിലേക്ക്, യുഗസങ്കല്പത്തിലേക്ക് ആത്മത്യാഗത്താൽ നമ്മെ ആകർഷിക്കുന്നു. കുരിശിലൂടെ സംജാതമായ ലോകരക്ഷ നമ്മുടെ ജീവിതത്തിൽ അനുഭവവേദ്യമാകാൻ ധ്യാനമന്ത്രം നമ്മുടെ അധരങ്ങളിൽ തങ്ങുവാൻ അനുവദിക്കാം. കർത്താവായ മിശിഹായെ, ദൈവപുത്ര, പാപിയായ എന്നിൽ കനിയണമേ. കുരിശിലെ യാഗവും യോഗവും യുഗവും നമ്മിൽ നിറവേറട്ടെ, നിറഞ്ഞ് കവിഞ്ഞൊഴുകട്ടെ. ജീവനെഴും തിരുസ്ലീവായാൽ നമ്മൾ മുദ്രിതരാകട്ടെ, സംരക്ഷിതരായി തീരട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമീൻ.